മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയിൽ 17 പേരുടെ മരണത്തിനിടയാക്കിയ കൊറോണ വൈറസ് സൗദിയിലും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആദ്യം 7 മലയാളി നഴ്സുമാരാണ് നിരീക്ഷണത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ 30 മലയാളി നഴ്സുമാർ നിരീക്ഷണത്തിലാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ സൗദിയിൽ 30 മലയാളി നഴ്സുമാർ നിരീക്ഷണത്തിലായിരിക്കുകയാണ്. സൗദിയിലെ അബഹയിൽ കൊറോണ വൈറസ് ബാധിച്ച ഫിലിപ്പീൻസ് യുവതിയെ പരിചരിച്ച നഴ്സുമാരെയാണ് മുൻകരുതൽ എന്ന നിലയിൽ ആശുപത്രി അധികൃതർ പ്രത്യേക മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാൽ മതിയായ പരിചരണമോ ഭക്ഷണമോ നൽകുന്നില്ലെന്ന നഴ്സുമാർ റിയാദിലെ ഇന്ത്യൻ എംബസിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഫിലിപ്പീൻസ് യുവതിയെ ശുശ്രൂഷിച്ച ഏറ്റുമാനൂർ സ്വദേശിയായ നഴ്സിന് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെയാണ് നഴ്സുമാരെ പ്രത്യേക മുറിയിലേക്ക് മാറ്റിയത്. അബഹ അൽ ഹയാത്ത് ആശുപത്രിയിലെ 30 മലയാളി നഴ്സുമാരാണ് ഇത്തരത്തിൽ ദുരിതത്തിൽ കഴിയുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രത്യേക മുറിയിലേക്ക് മാറ്റിയെങ്കിലും ഇവർക്ക് മതിയായ പരിചരണം ലഭിക്കുന്നില്ല താനും. കൃത്യമായ ഭക്ഷണം പോലും കിട്ടുന്നില്ല എന്നാണ് നഴ്സുമാരുടെ പരാതി. രോഗബാധ ഏറ്റോ എന്ന് സ്ഥിരീകരിക്കാൻ സ്രവം കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. കൊറോണ വൈറസ് ബാധയേറ്റ ഫിലിപ്പീൻസ് യുവതിയെ കഴിഞ്ഞ ആഴ്ചയാണ് അൽ ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവരെ പരിചരിച്ച ഏറ്റുമാനൂർ സ്വദേശിയായ മലയാളി നഴ്സിന് കഴിഞ്ഞ ദിവസമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് തന്നെ. അതേസമയം ചൈനയിലും അമേരിക്കയിലും കൊറോണ വൈറസ് പടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ ശൈലജ അറിയിക്കുകയുണ്ടായി. കേരളത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈനയിൽ പോയി തിരിച്ചു വന്നവർ അതത് ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെടണമെന്നും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ പ്രത്യേകമായി നിരീക്ഷിക്കണമെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. രോഗബാധ പ്രതിരോധിക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.